ഹായ് ഫ്രണ്ട്സ്, സൈലം ടീച്ചിങ് എക്സാംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജേശ്വരി വിനോദ്. UP അസിസ്റ്റൻ്റ് എക്സാം എല്ലാം കഴിഞ്ഞു. ഏകദേശം അത് ആവറേജിന് മുകളിലുള്ളതായിരുന്നു, ആവറേജ് ആയിരുന്നു, ആവറേജിനും താഴെയുള്ളതായിരുന്നു. ഇങ്ങനെ ഒരുപാട് സമ്മിശ്ര കമൻറ്റുകൾ UP അസിസ്റ്റൻ്റ് എക്സാമിനുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, അത്യാവശ്യം സ്കോർ നേടാൻ സാധിക്കുന്നതും എന്നാൽ താരതമ്യേന കുഴപ്പമില്ലാത്ത ഒരു എക്സാം ആയതിനാൽ നമുക്ക് ഏകദേശം നല്ല ഒരു പ്രതീക്ഷ ആ എക്സാമിലേക്ക് കൊടുക്കാം. എനിവേ, UP അസിസ്റ്റൻ്റ് എക്സാം കഴിഞ്ഞാൽ DLED ഉള്ള കൂട്ടുകാർ എന്ത് ചെയ്യും? പൊതുവെ LP ആണ് ശ്രദ്ധിക്കുക. ഈ വരാൻ പോകുന്ന ജൂലൈ 20-ാം തീയതിയാണ് LP അസിസ്റ്റൻ്റ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഉത്തമ വിശ്വാസത്തോടു കൂടി പഠിച്ചു പോകുക. തീർച്ചയായും വിജയം കൈവരിക്കാൻ LP ഉദ്യോഗാർത്ഥികൾക്ക് സാധിക്കും. ഞാനിവിടെ പറയാൻ വന്നത് മറ്റൊന്നുമല്ല, UP അസിസ്റ്റൻ്റ് എക്സാം കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന അടുത്ത ഒരു പ്രതിസന്ധി, അധ്യാപക വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരു പ്രതിസന്ധി, ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് എന്ത് എന്നുള്ളതാണ്. നിലവിൽ HSST മലയാളം, HSST കൊമേഴ്സ്, HSST ഹിന്ദി എന്നിവ വിളിച്ചു കഴിഞ്ഞു. ആ വിഷയങ്ങളുടെ അധ്യാപകർക്ക് എന്ത് ചെയ്യാം? ഒരു പ്രതീക്ഷയാണ് HSST മലയാളം, HSST കൊമേഴ്സ്, ഹിന്ദിയൊക്കെ പഠിക്കാം. ഏകദേശം ഒരു 6 മാസത്തിനുള്ളിൽ എക്സാം ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയാണ്? UPSCക്കാർ പ്രധാനമായിട്ടും നോക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് എക്സാം ആണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷത്തെ, അതായത് കഴിഞ്ഞ ഒരു 2020 എക്സാം നടന്നതിന് ശേഷം ഒരു 1 ഇയർ എടുത്താണ് അവിടെ HSA വിളിക്കുന്നത്, അല്ലേ? HSA വിളിച്ച് ഏകദേശം ഒരു 6-7 മാസത്തിനുള്ളിൽ പരീക്ഷയും നടന്നു. അപ്പോൾ നമ്മുടെ ഒരു സിലബസ് അനുസരിച്ച്, കൃത്യമായ വസ്തുനിഷ്ഠമായ സിലബസ് അനുസരിച്ച് അടിസ്ഥാനത്തിലുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ HSAക്ക് നമുക്ക് മാർക്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരുപാട് കമൻറ്റുകൾ കണ്ടു, മിസ് HSA ഇംഗ്ലീഷ് എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നാലും നിയമനം കിട്ടത്തില്ല, പിന്നെ എന്തിനാ HSA ഇംഗ്ലീഷ് പഠിക്കുന്നത്? കാര്യം ശരിയാണ്, പക്ഷെ എപ്പോൾ വേണമെങ്കിലും, നമുക്കറിയാലോ 2020 പോളിസി ഇംപ്ലിമെൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എന്തുണ്ടാവാം? മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഒരിക്കലും അത് അങ്ങനെയേ സംഭവിക്കൂ എന്നുള്ള ഒരു പ്രഡിക്ഷൻ്റെ പുറത്ത് നമുക്ക് വിചാരിച്ച് പഠിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല. അധ്യാപകരാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റെസ്പെക്റ്റ്ഫുള്ളി ഉള്ള ഒരു ജോലിയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അധ്വാന ശ്രമം നമ്മുടെ കൂടെ ഉണ്ടാവണം, അല്ലേ? അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. വരാൻ പോകുന്ന HSA എക്സാമിൻ്റെ എല്ലാ വിഷയങ്ങളും സൈലത്തിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാം. തീർച്ചയായും പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളായിരിക്കാം. ടൈം ടേബിൾ അധിഷ്ഠിതമായി ആഴ്ചയിലുള്ള എക്സാമുകളിലൂടെയും കൃത്യമായ മെൻറ്റർഷിപ്പിലൂടെയും നിങ്ങൾക്ക് എന്ത് നേടാനായിട്ട് സാധിക്കും? HSAയും LP UP നിങ്ങൾ എങ്ങനെ നേടിയോ അതോടൊപ്പം തന്നെ, അതുപോലെ തന്നെ HSA നിങ്ങൾക്ക് സൈലത്തിലൂടെ നേരിടാനായി സാധിക്കും. അപ്പോൾ HSA എക്സാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, UPSCക്കാളും കുറച്ചുകൂടെ സിലബസ് അടിസ്ഥാനപരമായിട്ടുള്ള, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ഡിഗ്രിക്കും PGക്കും ഒക്കെ നമ്മൾ പഠിച്ച സിലബസിനെ, പാഠ്യപദ്ധതിയൊക്കെ ആവിഷ്കരിച്ചു കൊണ്ടുള്ള ഒരു രീതിയായിരിക്കാം HSA എക്സാമിന് പൊതുവേ ഉണ്ടാവുക. അപ്പോൾ അതിനെ വസ്തുനിഷ്ഠമായി, ഇപ്പോൾ നമ്മൾ ഒരു ജോലി എടുക്കുന്ന അധ്യാപികയാവട്ടെ, ഒരു വീട്ടമ്മയാവട്ടെ, നമ്മൾ HSA കോഴ്സിന് ജോയിൻ ചെയ്താൽ എന്താണ്? ഒരു ദിവസം ഒരു വിഷയത്തിലെ ഒരു ചാപ്റ്റർ പഠിച്ചാൽ മതി. ഞാൻ പറയുന്നത് ഏറ്റവും റീസെൻ്റായി ജോയിൻ ചെയ്താൽ ഒരു വിഷയത്തിലെ ഒരു ചാപ്റ്റർ ഒരു ദിവസം പഠിച്ചാൽ മതി. നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും ആ സിലബസിനെ മുഴുവൻ പഠിച്ചു തീരാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെയെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലോ അപ്ലൈ ചെയ്യുക. നമുക്കിഷ്ടമുള്ള, സ്റ്റേറ്റ് വൈഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കിഷ്ടമുള്ള ജില്ല തിരഞ്ഞെടുക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവിഷനിലേക്ക്, റീകോളിലേക്ക്, എക്സ്ട്രാ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസിലേക്ക് ഒക്കെ കടന്നു ചെല്ലാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഒരിക്കലും HSAയെ നമ്മളൊരു ഭാഗമായിട്ട് LP UP അസിസ്റ്റൻ്റ് എക്സാം വിളിച്ചതിന് ശേഷം UP അസിസ്റ്റൻറ്റിന് 2 മാസം മുമ്പ് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ പോയ കൂട്ടുകാരെയൊക്കെ പരിചയമുണ്ട്. അപ്പോൾ അതൊരിക്കലും HSAയിൽ ആവർത്തനം തുടരരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? മുൻകൂട്ടി പഠിക്കുക. നമുക്കറിയാം HSA വിളിക്കും എന്നുള്ളത് എനിക്ക് നിങ്ങൾക്കും വ്യക്തമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്, അല്ലേ? നമുക്ക് വിശക്കുമ്പോഴല്ല നമ്മൾ പോയി കലം വെച്ച് അരിയിടുന്നത്. നമുക്ക് വിശക്കും, ഇന്ന സമയം ഞാൻ ചോറുണ്ണും എന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് മുൻകൂട്ടി കണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് തന്നെയാണ് ഇവിടെയും വേണ്ടത്.
നമുക്കറിയാം ഇന്ന സമയത്ത് എക്സാം വന്നേക്കാം, ഒരു വർഷത്തിനുള്ളിൽ എക്സാം വിളിച്ചേക്കാം എന്നുള്ള വസ്തുത നമുക്കറിയാം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഇനി ഒരു 1.5 വർഷം കൂടിയാണ് ലിസ്റ്റിന് കാലാവധിയുള്ളത്. അപ്പോൾ എങ്ങനെ പോലും ഒരു വർഷം കഴിയുമ്പോൾ HSRയുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ എന്ത് ചെയ്യുക, പഠിച്ചേ തുടങ്ങുക. സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് പഠിച്ചേ തുടങ്ങുക. പഠനം സൈലത്തിലൂടെ ആവട്ടെ. തീർച്ചയായും എല്ലാ അധ്യാപകരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. തീർച്ചയായും വിശ്വാസം അർപ്പിച്ച് നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്.